السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. വിവാഹം എന്നുള്ളത് വിശുദ്ധ ഇസ്ലാം വളരെയധികം പവിത്രമായി കാണുന്ന ഒരു ഇബാദത്താണ്. അത് ചില ആളുകൾക്ക് നിർബന്ധമാകും, മറ്റു ചിലർക്ക് അത് സുന്നത്താണ്, മറ്റു ചിലർക്കത് കറാഹത്തായി മാറും, വേറെ ചിലർക്കത് ഹറാമായും വരും. ഇതെല്ലാം വിവിധ സാഹചര്യങ്ങളനുസരിച്ചാണ് ഇവകളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. മൊത്തത്തിൽ വിവാഹം ചെയ്യുക എന്നുള്ളത് മഹർ കൊടുക്കാൻ കഴിവുള്ള ഏതൊരു വ്യക്തിക്കും സുന്നത്തായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിവാഹമെന്നുള്ള ആ പ്രത്യേക ഇബാദത്ത് അത് നടത്താൻ ഏറ്റവും ഉത്തമമായ മാസം വിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസമാണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ശവ്വാൽ മാസം വിവാഹം ചെയ്യൽ പ്രത്യേകം സുന്നത്താണെന്ന് തന്നെ പറഞ്ഞതായി കാണാം. കാരണം മഹദി അവർ പറയുന്നുണ്ട്, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിവാഹം ചെയ്തത്, എന്നെ വീട്ടിൽ കൂട്ടിയത് അതെല്ലാം ശവ്വാൽ മാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വലിയ ഭാഗ്യമാണ് നൽകിയിട്ടുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും കൂടുതൽ അടുപ്പവും അവിടുന്ന് ഏറ്റവും കൂടുതൽ അവിടുത്തെയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം അറിവുകൾ സമ്പാദിക്കാനൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് സാധിച്ചത് മഹദി അവർ പറയുന്നത് ശവ്വാൽ മാസത്തിലായിരുന്നല്ലോ മുത്തനബി തങ്ങൾ എന്നെ വിവാഹം ചെയ്തത്. മറ്റൊരു ഭാര്യമാർക്കും ലഭിക്കാത്ത വലിയൊരു സൗഭാഗ്യമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എനിക്കുണ്ടായിരുന്നത് എന്നൊക്കെ മഹദി അവർ പറയുന്നതായി കാണാൻ കഴിയും. ഇമാം മുസ്ലിം, ഇമാം തുർമുദി തുടങ്ങിയ മുഹദ്ദിസുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ശവ്വാൽ. മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിവാഹം ചെയ്തത് അത് ശവ്വാൽ മാസത്തിലായിരുന്നു. ബനാ ബി ഫീ ശവ്വാൽ, എന്നെ വീട്ടിൽ കൂട്ടിയതും അതും ശവ്വാൽ മാസത്തിലായിരുന്നു. എന്നിട്ട് മഹദി അവർ പറയുന്നുണ്ട്, അയ്യു നിസായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അഹ്ള ഇൻദഹു മിന്നി, എന്നേക്കാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇത്രക്കും വലിയ സൗഭാഗ്യം ലഭിച്ച മുത്തുനബിയോടുകൂടുള്ള എല്ലാ നിലക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹവും അവിടെ നിന്നുള്ള വിജ്ഞാനവും ധാരാളം നുകരാനും അവിടുത്തെയുമായുള്ള എല്ലാ നിലക്കും മുത്തുനബിയോടുള്ള സ്നേഹം എല്ലാം എനിക്ക് ലഭിച്ചത് ഇതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന അർത്ഥത്തിൽ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ശവ്വാൽ മാസത്തിൽ വിവാഹം ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളതായി തന്നെ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം. അതിൽ വലിയ ബറക്കത്ത് അല്ലാഹു തആല നൽകും, ആ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തോഷവും അല്ലാഹു നൽകും എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൻ്റെ മക്കളുടെയൊക്കെ എല്ലാ കാര്യത്തിലും അല്ലാഹു എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും സന്തോഷവും സലാമത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.